വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പംകാരെ കേന്ദ്ര സർക്കാർ പറ്റിച്ചു. ഇന്നത്തെ മലയാള പത്രങ്ങളിൽ പലതിൻ്റെയും തലക്കെട്ട എന്തെങ്കിലും മനോരമയുണ്ട്. മുനമ്പം ഭൂമി നിലപാട് മാറ്റി കേന്ദ്രമന്ത്രി, വഖഫ് ബിൽ പരിഹാരമല്ല. നോക്കുമ്പോഴത്തേക്ക് മുനമ്പത്തുകാർ പ്രതീക്ഷിച്ചതെല്ലാം പാഴായിപ്പോയി എന്നൊരു ഫീലുണ്ടാവുന്നത്. അതിനകത്ത് പറയുന്നത് നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്നും സുപ്രീം കോടതിയിലടക്കം നീതി തേടി പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് ഇന്നലെ പറഞ്ഞത് എന്ന് മനോരമയുടെ ഒന്നാം പുറത്തെ പ്രധാന വാർത്ത ഇങ്ങനെ പറയും. അതേ മനോരമ തന്നെ 4-ാം പേജിൽ ഒരു വലിയ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ മുനമ്പം പ്രശ്നം പരിഹരിക്കും. അപ്പോൾ ഒന്നാം പുറത്തെ വാർത്തയും 4-ാം പുറത്തെ വാർത്തയും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ കേട്ടിട്ടില്ലേ, മോദി തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു എല്ലാവർക്കും 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്തിക്കും, അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. എന്താ കാര്യം? ഹിന്ദി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഹിന്ദി അറിയാമായിരുന്നിട്ടും കള്ളം പറയുന്നതുകൊണ്ടാണ്. അതായത് വിദേശത്ത് ഇന്ത്യയിലെ കള്ളപ്പണക്കാർ കടത്തിയ തുക മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഓരോ ഇന്ത്യക്കാർക്കും 15 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അത്രമാത്രം ഭീമമായ തുകയാണ് കടത്തിക്കൊണ്ടുപോയത്. സ്വിസ് ബാങ്കിലുമായിട്ടൊക്കെ ഉള്ളതെന്നാണ് മോദി പറഞ്ഞത്. അതെങ്ങനെ എവിടെ വ്യാഖ്യാനിച്ചത്? എല്ലാ ഇന്ത്യക്കാർക്കും 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചു. ഹിന്ദി അറിയാത്തത് കൊണ്ടും ഹിന്ദി അറിഞ്ഞിട്ടും കളവ് പറയുന്നത് പോലെയാണ്. അതുപോലെയാണ് ഇതിനകത്ത് ഈ വാർത്ത. കിരൺ റിജിജു ഇന്നലെ മുനമ്പത്ത് സംസാരിച്ച പ്രസംഗത്തെ വളച്ചൊടിച്ചു. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അറിയാൻ വയ്യ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാമായിരുന്നിട്ടും ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞ BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാവുന്നെങ്കിൽ അതിനെ അട്ടിമറിക്കുക എന്ന മാത്രം ലക്ഷ്യം വെച്ച് ഈ മന്ത്രിയുടെ വാക്കുകളെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ഒന്ന്, മുനമ്പത്തെ പ്രശ്നം എന്താണ്? മുനമ്പത്തെ പ്രശ്നം വഖഫ് അനിയന്ത്രിതമായി അവർക്കുള്ള അവകാശം വെച്ചിട്ട് ഭൂമി ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു ആണല്ലോ. ആ നിയമമാണ് സെക്ഷൻ 40 പ്രകാരം ഇന്ത്യയിലെ ഏത് ഭൂമിയും വഖഫിന് അവകാശപ്പെടാം. ഇഫ് സീംസ്, വഖഫ് ബോർഡ് സീംസ് ആണ്, വഖഫ് ബോർഡിന് തോന്നിയാൽ ഏത് ഭൂമിയും ഏറ്റെടുക്കാം. ആ വ്യവസ്ഥ മാറി ഇല്ലേ? കിരൺ റിജിജു പറഞ്ഞതായിട്ട് മനോരമ പത്രത്തിൻ്റെ 2-ാമത്തെ വാർത്ത, അകത്തെ വാർത്തയ്ക്കകത്ത് പറയുന്നത് വഖഫ് ബോർഡിന് ഇനി അനിയന്ത്രിതമായ അധികാരമുണ്ടാവില്ല. മുനമ്പൻ നിവാസികൾ നേരിട്ട പ്രശ്നം ഇനിയും ആരും നേരിടില്ല. വഖഫ് സ്വത്താണെന്നുള്ള ഏകപക്ഷീയമായ പ്രഖ്യാപനം ഇനി ഉണ്ടാവില്ല. അത് സംബന്ധിച്ച രാക്ഷസീയ വ്യവസ്ഥകൾ മാറ്റിക്കഴിഞ്ഞു. സാധാരണ മനുഷ്യർക്ക് നീതി ഉറപ്പാക്കാനാണ് ലക്ഷ്യമിട്ടത്. അപ്പോൾ മുനമ്പത്ത് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ചോദിക്കുന്ന സെക്ഷൻ 40 റദ്ദായി. ഇനി ഈ വിവാദം ഇപ്പോൾ ഇത് വിവാദമാക്കിയവർ കേൾക്കേണ്ടത് നമ്മുടെ ജോഷി മയ്യാറ്റിൽ അച്ഛനുണ്ടല്ലോ. മുനമ്പം സമരം എന്താണ്? മുനമ്പത്തെ പ്രശ്നം, ഈ വഖഫ് നിയമത്തിൻ്റെ ഭീകരത എന്താണെന്ന് കേരളത്തിലെ ക്രൈസ്തവരെ മുഴുവൻ പഠിപ്പിച്ചത് ഫാദർ ജോഷി മയ്യാറ്റിലാണ്. അദ്ദേഹം നമ്മുടെ ഫ്ലോറിൽ തന്നെ 2-3 തവണ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം അത്യന്തം പ്രശംസനീയമാണ്. കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും മുനമ്പം വിഷയം എന്താണെന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ജോഷി അച്ഛൻ എടുത്ത ശ്രമം വളരെ ശ്ലാഘനീയമാണ്. അദ്ദേഹം ഒരിക്കലും ഒരു സംഖ്യയായിരുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹത്തിന് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ശാസ്ത്രീയമായ നിയമം വക്കീലന്മാരും ഒക്കെ ആയിട്ടിരുന്ന് പഠിച്ചിട്ട് സംസാരിക്കുന്നതാണ്. അടിസ്ഥാനപരമായി പ്രശ്നങ്ങളെല്ലാം പഠിച്ചാണ്. അദ്ദേഹം പറഞ്ഞു സെക്ഷൻ 2 അമെൻമെൻറ്റിലെ ഭേദഗതി നിയമത്തിലെ സെക്ഷൻ 2 പ്രകാരം ഏതെങ്കിലും ട്രസ്റ്റോ സ്ഥാപനങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷനോ വഖഫ് ചെയ്യപ്പെട്ടതായി പറയുന്നതായ ഭൂമി വഖഫായിരിക്കില്ല എന്ന് നിയമം പറയുന്നുണ്ട്. അപ്പം ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാറ്റഗറിപ്പെടുന്ന ട്രസ്റ്റ്, സ്ഥാപനം, ഓർഗനൈസേഷനൊക്കെയാണ്. ആ സ്ഥാപനത്തിൻ്റെ ഭൂമി വഖഫിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് നിയമത്തിൻ്റെ 2-ാം വകുപ്പിൽ പറയുന്നുണ്ട്. അപ്പം തന്നെ ഇത് വളരെ കൃത്യമായി ജോഷി അച്ഛൻ പറയുന്നുണ്ട്. അത് അദ്ദേഹം നിയമം പഠിച്ചിട്ടാണ്. അതാണ് ഇപ്പോൾ സ്റ്റാറ്റസ്. പിന്നെ മന്ത്രി എന്തുകൊണ്ട് പറഞ്ഞു ഉടൻ നിശ്ചിത തീയതിക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പറയുന്നില്ല? അതൊരു ശരിയായ കാര്യമാണ്. നിശ്ചിത തീയതിക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ബുധനാഴ്ചയല്ലേ, ഇന്ന് സുപ്രീം കോടതിയിൽ കേസ് വരിക. വഖഫ് നിയമ ഭേദഗതിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം കക്ഷികളും CPIയും DMKയും തമിഴ്നാട് സർക്കാരും ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള കേസുകൾ ഇന്ന് സുപ്രീം കോടതി വരിക. സുപ്രീം കോടതി ഇന്നൊരു സ്റ്റേ കൊടുത്താൽ എന്ത് സംഭവിക്കും? നിയമം വീണ്ടും കേസ് നടത്തേണ്ടി വരും. അതാണ് മന്ത്രി പറയുന്നത്, നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരും.
പുതിയ നിയമപ്രകാരമുള്ള പുനഃസംഘടന നടക്കുന്നതോടെ സമരക്കാർക്ക് സുപ്രീം കോടതിയിലടക്കം നീതി തേടി പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതായത് ഇപ്പോൾ സെക്ഷൻ 2 പ്രകാരം ഇത് വഖഫിൻ്റെ പരിധിയിൽ പെടത്തില്ല, ശരിയല്ലേ? അതെ, അത് വളരെ കൃത്യമായി ജോഷി അച്ഛൻ വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നിയമം വായിക്കുന്ന ആർക്കും മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് കേന്ദ്രത്തിൻ്റെ ജോലി ചെയ്തു. അത് കഴിയുമ്പോൾ ഇത് വഖഫിൻ്റെ പരിധിയിൽ ഇപ്പോൾ പെട്ടു എന്ന് പറഞ്ഞിട്ട് കരം പിരിക്കാൻ വിലക്കിയിരിക്കുന്ന ആരാ? നികുതി പിരിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ടാക്സ് സംസ്ഥാന സർക്കാരാണ്. അത് സംസ്ഥാന സർക്കാർ മാറ്റണം. ഞാൻ വിശ്വസിക്കുന്നില്ല സംസ്ഥാന സർക്കാർ അത് ലിഫ്റ്റ് ചെയ്യും, കരമടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കരമടയ്ക്കാൻ പെട്ടെന്ന് സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്താൽ കേന്ദ്രം ജയിച്ചു എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കേസിന് പോകേണ്ടി വരും. സംസ്ഥാന സർക്കാർ ഈ കരമടയ്ക്കാൻ അവകാശം ഉണ്ടാക്കി കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ കേസിന് പോകേണ്ടി വരും. അതാണ് കിരൺ റിജിജു പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് കേസുകൾ. ഈ കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പം എന്ത് ചെയ്യണം? നമ്മൾ കേസിന് പോകേണ്ടി വരും. അത് കേന്ദ്ര സർക്കാർ ചെയ്തോളും, വേണമെങ്കിൽ കക്ഷികൾക്കും ചേരാം. ഇതാണ് ഈ നിയമം ഉടൻ ഇത് ലഭ്യമാവില്ല എന്ന് പറയാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. മാത്രമല്ല അത് സംബന്ധിച്ച് മന്ത്രി വളരെ കൃത്യമായി പറയുന്നുണ്ട്. 4-ാം പേജ്, 1-ാം പേജിലെ വാർത്ത ചെയ്യില്ലെങ്കിൽ 4-ാം പേജിൽ പറയുന്നുണ്ട്, വഖഫ് നിയമത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ മുനമ്പം നിവാസികളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കേരള സർക്കാരിന് നിർദ്ദേശം നൽകും. ശ്രദ്ധിച്ചു വെക്കണം, ആർക്കാണ്? കേരള സർക്കാരിന് നിർദ്ദേശം നൽകുമെന്നാണ് പറഞ്ഞത്. നിർദ്ദേശം നൽകിയാൽ കേരള സർക്കാർ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിയമത്തിൻ്റെ പിൻബലം വേണ്ടേ? വേണം. അപ്പോൾ ഇതൊരു നിയമം ഉണ്ടാക്കിയാൽ മാത്രം നിയമം നടപ്പാക്കാൻ പറ്റില്ല. ഒരു നിയമം ഉണ്ടാക്കിയാൽ ഒരു ആക്ട് വേണം, ആക്ടിനോട് ചേർന്ന് റൂൾസ് വേണം. ഇപ്പോൾ ആക്ടിലെ 2A പ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾക്ക് വഖഫ് ചെയ്യാനോ സ്ഥാപനങ്ങൾ വഖഫ് ചെയ്ത ഭൂമി വഖഫായിട്ട് നിലനിർത്താനോ പറ്റില്ല. അത് അതിൻ്റെ ഉടമസ്ഥകൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതാണ് നിയമം. ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ചട്ടങ്ങൾ ഉണ്ടാക്കണം, റൂൾസ് ഉണ്ടാക്കണം. റൂൾസ് ഇതുവരെ ആയിട്ടില്ല. രാഷ്ട്രപതി ഒപ്പുവെച്ചു, നോട്ടിഫൈ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി റൂൾസ് ഉണ്ടാവണം. നമ്മൾ നോക്കൂ, ഈ CAA നടപ്പാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വർഷത്തോളം പാസ്സാക്കി കിടന്നു. അതെ, 2 വർഷം കഴിഞ്ഞിട്ടാണ് റൂൾസ് ഉണ്ടായത്. റൂൾസ് ഉണ്ടായതിനു ശേഷമാണ് പൗരത്വ ഭേദഗതി നിയമപ്രകാരം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നവർക്ക് പൗരത്വം കൊടുക്കുന്ന നടപടി തുടങ്ങിയത്. ഇപ്പം നിയമം പാസ്സായി, രാഷ്ട്രപതി ഒപ്പിട്ടു, നോട്ടിഫൈ ചെയ്തു. പക്ഷെ എന്തുണ്ടായിട്ടില്ല? ചട്ടങ്ങൾ ഉണ്ടായിട്ടില്ല, റൂൾസ് ഉണ്ടായിട്ടില്ല. മന്ത്രി എന്താ പറഞ്ഞേ? ഇനി വേണ്ടത് റൂൾസ് ഉണ്ടാക്കണം. റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുനമ്പംകാരുടെ താല്പര്യം സംരക്ഷിക്കാൻ കേരള സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കും, ഉത്തരവ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേരള സർക്കാർ ഒന്നും ചെയ്തില്ലെങ്കിലും കേന്ദ്രം പറഞ്ഞത് അനുസരിച്ചു അവർ, കാരണം നിയമം വന്നു, ചട്ടം വന്നു. പിന്നെ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല അല്ലേ? പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് അവർ ചെയ്തില്ലെങ്കിൽ യു ഹാവ് ടു ഫൈറ്റ് ഇൻ കോർട്ട്. മനസ്സിലായില്ലേ? ഇതാണ് മന്ത്രി പറഞ്ഞത്. അതായത് കേരള സർക്കാർ പിന്നെ കോടതിയിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മുനമ്പംകാരെ പോകേണ്ടി വരും. റൂളും കൂടെ വന്നിട്ടും ഇവർ ചെയ്തു തരുന്നില്ല, ഞങ്ങളുടെ കരം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോടതി പോകേണ്ടി വരും. ഇതാണ് മന്ത്രി പറഞ്ഞത്. കാരണം റൂൾസ് ആയിട്ടില്ല, റൂൾസ് ഫ്രെയിം ചെയ്യണം. ഒരു നിയമം ഉണ്ടായാൽ മാത്രം നിയമം ആ നിമിഷം വരെ നടപ്പാക്കാൻ കഴിയില്ല. നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഈ നിയമം എന്തെല്ലാം തരത്തിൽ ചെയ്യണം, അത് നിയമം ലംഘിക്കപ്പെട്ടാൽ എന്തൊക്കെയാണ് പെനാൽറ്റീസ് എന്നൊക്കെ പറയുന്ന ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യണം. ടൈം ലിമിറ്റ്സ് വെക്കണം. ഇങ്ങനെ ചട്ടങ്ങൾ, ആക്റ്റും റൂളും കൂടെ ചേരുമ്പോഴേ ഒരു നിയമം നടപ്പാകത്തുള്ളൂ, പ്രാബല്യത്തിൽ വരത്തുള്ളൂ. നിയമം പ്രാബല്യത്തിൽ വന്നു, അത് നടപ്പാക്കാനുള്ള ചവിട്ടുപടികളാണ് എന്ത്? റൂൾസ് എന്ന് പറയുന്നത്. റൂൾസ് ഉണ്ടാക്കണം. വീണ്ടും ഞാൻ പറയുന്നു, റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുനമ്പംകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വി വിൽ ഡയറക്റ്റ് എന്ന് വെച്ചാൽ, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവിടും, നിർദ്ദേശം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എവിടെയാണ് ക്ലാരിറ്റി കുറവ്? അപ്പോൾ ഇതിനെ വളച്ചൊടിക്കുക എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക. കാരണം ഇതൊന്നും ഒരു പ്രയോജനം ഇല്ല എന്ന് നിരന്തരം പറഞ്ഞവർക്ക് വളച്ചൊടിക്കാവുന്ന തരത്തിൽ. കിരൺ റിജിജുവിന് അദ്ദേഹം ഒരു ബുദ്ധമതക്കാരനാണ്. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒന്നാമത് ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത മാധ്യമ പങ്കുവന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത് ആ വാർത്ത കിട്ടുമ്പോൾ അതിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ പ്രധാന വാർത്തയായിട്ട് എല്ലാ പത്രത്തിലും ഒരേപോലെ ഇത് ഒരുത്തർ 5-10 പേര് പോയാലും ഒരുത്തരെ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയുള്ളായിരിക്കും, പൊട്ട ഇംഗ്ലീഷ്. അതെല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഇത് ഡെലിബറേറ്റ് ആയിട്ട് എഡിറ്റോറിയൽ ഡെസ്ക് ഇതങ്ങനെ കേന്ദ്രത്തിന് അനുകൂലം, കാരണം ക്രിസ്ത്യാനികൾ അങ്ങനെ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കണ്ട, ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി ഇത് വളച്ചൊടിച്ചതാണെന്ന് മനോരമയുടെ 4-ാം പേജിലെ വാർത്ത കൂടെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ ചട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുനമ്പംകാരുടെ പ്രശ്നം തീരുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ മന്ത്രി നിലപാട് മാറ്റി എന്നുള്ള രീതിയിൽ മന്ത്രി നിലപാട് മാറ്റിയെന്ന് കൊടുത്തു. മന്ത്രി പറഞ്ഞ എന്താണ്, നിയമം വന്നു, നിയമം കൊണ്ട് ഇപ്പോൾ പരിഹരിക്കപ്പെടത്തില്ല, എന്ത് ചെയ്യണം, റൂൾസ് ഫ്രെയിം ചെയ്യണം. റൂൾസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കേരള സർക്കാരിന് ഉത്തരവ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡയറക്ഷൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അതിനുള്ള വ്യവസ്ഥയില്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇതുവരെ എന്താണ് കേന്ദ്രം കേരളത്തോട് ഡയറക്റ്റ് ചെയ്യാറുത്? എന്തുകൊണ്ടാ? നിയമവും ചട്ടവും ഇല്ലാത്തതുകൊണ്ട്. ഇനി നിയമമായി നോട്ടിഫൈ ചെയ്തു, ഇനി റൂൾസും കൂടെ വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ റവന്യൂ വകുപ്പിനെ വെച്ച് നടത്തുന്ന കള്ളക്കളി ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് പറ്റിച്ചു എന്ന് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു റൂൾസ് വന്നു കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ ആവർത്തിക്കുക, റിപ്പറ്റീഷനാണെന്ന് തോന്നരുത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനോരമയിൽ തന്നെ പറയുന്നുണ്ട്, ഈ ചട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കേരള സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കും, നടപ്പാക്കാൻ, മുനമ്പങ്കാരെ രക്ഷിക്കാനുള്ള നടപടി എടുക്കാൻ ഡയറക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ നിയമം പാസ്സാകുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രി അങ്ങനെ പറയാതിരുന്നത്? കാരണം അങ്ങനെ പറഞ്ഞാൽ അന്ന് കേന്ദ്രം പറഞ്ഞാൽ കേൾക്കേണ്ട ബാധ്യത കേരളത്തിന് ഇല്ലായിരുന്നു, നിയമമില്ലായിരുന്നു, ചട്ടമില്ലായിരുന്നു. ഇപ്പോൾ നിയമം വന്നു, ചട്ടം കൂടെ വരുമ്പോഴത്തേക്ക് അനുസരിച്ചേ പറ്റൂ. മുനമ്പങ്കാരുടെ പ്രശ്നം തീരുകയാണ്. അത് തീർന്നിരിക്കും. ഇപ്പോൾ നടക്കുന്ന നഗ്നമായ കള്ളം പറഞ്ഞ് മുനമ്പത്തുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. മുനമ്പത്തുകാർ പ്രതീക്ഷിച്ച പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന് സമരസമിതി പറഞ്ഞതായിട്ട് മനോരമ കൊടുക്കുന്നുണ്ട്. ശരിയാണ്, നാളെ മുതൽ നിങ്ങൾക്ക് ഭൂമി, നിങ്ങളുടെയൊക്കെ ഭൂമിയാണ്, എല്ലാ പ്രശ്നവും തീർന്നു മന്ത്രിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരു ഡ്യൂ കോഴ്സിൽ പോകണം. ഇനി വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മുനമ്പം പോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവത്തില്ല. ഇനി ഇന്ത്യയിലൊരിടത്തും മുനമ്പം പോലെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. കാരണം ആർക്കും തോന്നി, ഈ നോക്കുകൂലി എന്ന് പറഞ്ഞ പോലെ നോക്കി ഭൂമി എടുക്കാവുന്ന വ്യവസ്ഥ അവസാനിച്ചു. രണ്ടാമത്തത്, ഒരു കോടതിയിൽ പോകാൻ പറ്റില്ലായിരുന്നു. കോടതികളിൽ പോകാൻ പറ്റില്ല. സുപ്രീം കോടതി വിധിയുണ്ട്, ജസ്റ്റിസ് മാർക്കണ്ഡേയ കാട്ജുവിൻ്റെ വിധിയുണ്ട്. വഖഫ് ഒരു ഭൂമി ഏറ്റെടുത്താൽ അതിനിടയ്ക്ക് അതിനെതിരെ സുപ്രീം കോടതിയിൽ വരാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയായിരുന്നു 95-ലെ നിയമം ഉണ്ടാക്കി വെച്ചിരുന്നത്. അതുകൂടാതെ എന്താ പറഞ്ഞിരിക്കുന്നത്, ആകെ ഉള്ളത് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല, ട്രിബ്യൂണലിലേ പോകാവുള്ളൂ. ട്രിബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ അതിന് ആ വിധിക്കെതിരെ അപ്പീൽ പ്രൊവിഷൻ ഇല്ലായിരുന്നു, റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനേ പറ്റുള്ളായിരുന്നു. അത് മാറ്റിയിട്ട് വഖഫ് നിയമപ്രകാരം ഏറ്റെടുക്കുന്ന ഏത് ഭൂമിയെ സംബന്ധിച്ചും അപ്പീൽ കൊടുക്കാനുള്ള അവകാശം കൂടെ പുനഃസ്ഥാപിച്ചു കിട്ടി. എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് മുകളിലായിരുന്നു വഖഫ് നിയമം ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇപ്പോൾ ഭരണഘടനയ്ക്ക് താഴെയാക്കി അതിനെ ഭരിക്കാൻ മെരുക്കാൻ ഒരു നിയമം കൂടി ഉണ്ടാക്കി. ആ നിയമത്തിൻ്റെ ഫലം ഇവർക്ക് കിട്ടില്ല എന്നുള്ള വ്യാജ പ്രചാരണം നടത്തി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത്. മനോരമ ചെയ്തത് പച്ചയ്ക്ക് പറഞ്ഞ മാധ്യമ വ്യഭിചാരമാണ്. ഒന്നാം പേജിൽ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് മനോരമയുടെ 4-ാം പേജിലെ വാർത്ത. ഇനി മറ്റൊന്ന്, ഈ മനോരമ കഴിഞ്ഞ ദിവസം ചെയ്തൊരു തെമ്മാടിത്തരമുണ്ട്. മനോരമ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും. മനോരമ ഞാൻ പറയുന്നത് മനോരമ കേരളത്തിലെ ഒന്നാമത്തെ പത്രമായതുകൊണ്ട് മാത്രമല്ല, ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഭാവിക്കുന്ന പത്രവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഈ കുരുത്തോല പെരുന്നാൾ. ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ നിന്ന് സെൻറ്റ് മേരീസ് പള്ളി മുതൽ SH കത്തീഡ്രൽ വരെ എല്ലാ വർഷവും 6 കിലോമീറ്റർ ദൂരത്തിൽ ഒരു കുരുത്തോല പ്രദർശനം നടക്കും. ഇത്തവണ അത് നിരോധിച്ചു. അതെ, അത് മനോരമ 1-ാം പേജ് വാർത്തയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധിച്ചു, സതീശൻ പ്രതിഷേധിച്ചു. കണ്ടില്ലേ, ക്രൈസ്തവ പീഡനം കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. എടാ, അതിന് 2 ദിവസം മുമ്പ് ഇടുക്കിയിൽ അല്ല, 2 ദിവസം മുമ്പ് ഇതേ ഡൽഹിയിൽ ഇതേ കുരുത്തോല പ്രദർശനം നടക്കുന്ന വഴി കൂടെ ഹനുമാൻ ചാലീസ നടത്താൻ വിശ്വ ഹിന്ദു പരിഷത്ത് അനുവാദം ചോദിച്ചു. അത് നിഷേധിച്ചു. കാരണം എന്താണ്, ഡൽഹിയിൽ റാണയെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് അതീവ സെക്യൂരിറ്റി അലർട്ടാണ്, ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം പ്രൊസഷൻ 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു അറ്റാക്ക് നടത്തിയാൽ എന്ത് ചെയ്യും? ഒരു കല്ലെടുത്തെറിഞ്ഞാൽ പോരെ. അതുകൊണ്ട് ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞാൽ ഡൽഹിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ പോലും റോഡിലിറങ്ങുന്ന ഹനുമാൻ ചാലീസ ചൊല്ലുമായിരുന്നു. കാരണം ദില്ലിക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ദില്ലിയിലുള്ള കേന്ദ്ര സർക്കാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സംഘടനയാണല്ലോ വിശ്വ ഹിന്ദു പരിഷത്ത്, VHPയുടെ ജാഥ, ഹനുമാൻ ചാലീസ, രാമനവമി ഘോഷയാത്ര അനുവാദം കൊടുത്തില്ല. അത് വാർത്തയാക്കിയില്ല. പക്ഷേ ഇത് ക്രൈസ്തവർക്കുള്ള അവകാശ ലംഘനം എന്ന് പറഞ്ഞ് വാർത്തയാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ. മനോരമ കുറച്ചുകൂടെ മാന്യത കാണിച്ചു കേട്ടോ. മനോരമ കേന്ദ്രമന്ത്രി പറഞ്ഞു ഇത് മാത്രമല്ല, അതും അനുമതി നിഷേധിച്ചിരുന്നു എന്ന് ജോർജ് കുര്യൻ പറഞ്ഞ ഒരു ബോക്സ് അതിൻ്റെ കൂടെ കൊടുത്തു. സത്യത്തിൽ അത്രയെങ്കിലും മനോരമ ചെയ്ത് മനോരമയുടെ ഒരു ധാർമ്മിക മര്യാദ എന്ന് പറയാം. പക്ഷേ മനോരമ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയല്ലല്ലോ. സുരക്ഷാ കാരണങ്ങളാൽ ദില്ലിയിൽ ഹനുമാൻ ചാലീസ ഘോഷയാത്രയ്ക്ക് പിന്നാലെ ഇതും ഓശോന കുരുത്തോല പെരുന്നാൾ പ്രദർശനവും നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായ
മാധ്യമ പ്രവർത്തനം. ഡയറക്റ്റ് എല്ലാ ഇൻഫർമേഷനും കിട്ടി. അത് വരരുത്. രണ്ടും മനോരമയ്ക്ക് അറിയാം. മനോരമയുടെ ഡൽഹി ലേഖകൻ അറിയാം. ഈ എല്ലാ പത്രങ്ങളുടെയും കൈരളിയൊക്കെ കൊണ്ടാടുകയായിരുന്നു. ദേശാഭിമാനിലും പ്രധാന വാർത്ത പോലെയാണ് അവിടുത്തെ. ദേശാഭിമാനിയുടെ ലേഖകനും അറിയാം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഘോഷയാത്രയും നിരോധിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതെന്തിനാണ് കേരളത്തിലാണ് ഇത് വാർത്തയാക്കുന്നത്? വടക്കേന്ത്യയിലൊന്നും വാർത്തയായില്ല. കേരളത്തിൽ ഇത് പ്ലാൻ ചെയ്തു. കാരണം ക്രൈസ്തവർക്കെതിരെ BJP എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ഇംപ്രഷൻ ഉണ്ടാക്കുക. കാരണം ക്രൈസ്തവർ BJPയോട് അടുക്കുന്നു, ഹിന്ദു ക്രൈസ്തവ ഐക്യമുണ്ടായി വരുന്നു എന്നുള്ള ആശങ്ക വല്ലാതെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇനി മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ഇതില്ലേ തൊമ്മൻകുത്തിലെ സെൻറ് മേരീസ് ദേവാലയം സ്വന്തം കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് അവിടെ ഉണ്ടാക്കിയ ഇരുമ്പിൻ്റെ കുരിശ് കാളിയാർ റേഞ്ച് ഓഫീസർ വന്ന് ഇടിച്ചു പൊളിച്ച് JCB വെച്ച് പൊളിച്ചിട്ട് പോയി. UP-യിലല്ല, ഗുജറാത്തിലല്ല, ജാർഖണ്ഡിലല്ല, ഇവിടെ കേരളത്തിൽ ഇടുക്കിയിൽ മനോരമ വാർത്തയുണ്ടോ? പ്രതിഷേധമുണ്ടോ? പിണറായി വിജയന് വല്ലതും പറയാനുണ്ടോ? ഒന്നും ഉണ്ടല്ല. കയ്യേറ്റ ഭൂമിയിലല്ലെന്നേ, അവർ പൈസ കൊടുത്തു വാങ്ങിച്ച ഭൂമിയിലുണ്ടാക്കിയ കുരിശ് ആദ്യം ഇടിച്ചു പൊളിക്കാൻ നോക്കി, ഇളകുന്നില്ല. കാളിയാർ റേഞ്ച് ഓഫീസറും ടീമും വന്നിട്ട് JCB വെച്ച് മാന്തിക്കൊണ്ടുപോയി. അവിടെ പള്ളിയിൽ 5-6 പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയുണ്ട്? ഇത് വാർത്തയല്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPക്ക് എന്തെങ്കിലും ഒരു എഡ്ജ് കിട്ടുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതില്ല എന്ന് വരുത്തി തീർക്കണം. പക്ഷേ നമുക്കിത് മുനമ്പംകാർക്ക് ബോധ്യപ്പെടുമല്ലോ. എന്തൊക്കെയാണ് റൂൾസ് കൂടെ ചട്ടങ്ങളൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുനമ്പംകാർക്ക് ഈ ഭൂമിയുടെ അവകാശം തിരിച്ചു കിട്ടൂലെന്ന് അവർക്ക് തന്നെ അനുഭവിക്കും. എത്ര ദിവസം നിങ്ങൾ കള്ളം പറയും? അവിടുത്തെ 600 കുടുംബങ്ങൾ ഇത് നേരിട്ട് അനുഭവിക്കാൻ പോവാം അല്ലേ? മുനമ്പംകാരോട് കേൾക്കണം. നിങ്ങളുടെ ഭൂമിയുടെ പൂർണ്ണ അവകാശം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും മനോരമ ഉൾപ്പെടെയുള്ള നിങ്ങൾക്ക് വേണ്ടി, ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞ പത്രവും ഈ കാര്യത്തിലെടുത്ത കള്ളക്കളി മുനമ്പംകാർക്ക് ബോധ്യപ്പെടും. അവരെ അനുഭവിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് വെച്ച് താമസിപ്പിക്കും, മുനമ്പുകാരെ ചതിക്കും. കാരണം കേരളത്തിലെ UDF-ഉം LDF-ഉം കൂടെ ചതിക്കും. കാരണം LDF-ഉം UDF-ഉം തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കരമടയ്ക്കാനുള്ള അവകാശം തരത്തില്ല. തന്നാൽ കേന്ദ്ര നിയമത്തിൻ്റെ ഗുണഫലമാണെന്ന് വരും. നിങ്ങളതിന് കേസിന് പോകേണ്ടി വരും. അതാണ് കിരൺ റിജിജു പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസും CPM-ഉം കൂടെ നിങ്ങളെ പറ്റിക്കും. നിങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ അവർ തരത്തില്ല. നിങ്ങൾ അതിനുവേണ്ടി കേസിന് പോകേണ്ടി വരും. അപ്പോഴും കോടതി ഉത്തരവ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ആ വിധിയിൽ ഹൈക്കോടതി പറയും സെക്ഷൻ 2A പ്രകാരം ഇത് ബാധകമല്ല, അവർക്ക് കൊടുക്കെന്ന് പറയും. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടും, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും ബോധ്യപ്പെടും. പിന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ സത്യമൊക്കെ അറിയാം. ഈ കുറച്ച് ദിവസത്തെ ഒരു പുകപറ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെയും കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അജണ്ട എന്ന് ഇവർക്കെല്ലാം അറിയാം. അറിയാവുന്ന ക്രൈസ്തവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ മുനമ്പത്തിൻ്റെ പേരിൽ ഇപ്പോൾ നാടകങ്ങൾ കളിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വേണ്ടിയിട്ടാണ്, മുനമ്പത്തെ ക്രൈസ്തവരെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.